യമുനോത്രിയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി രാവിലെ 7 മണിയോടുകൂടി നമ്മൾ യാത്ര ആരംഭിച്ചു. 39 പേരടങ്ങുന്ന ഗ്രൂപ്പായിരുന്നു. ഏകദേശം 8 കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്ക് കയറണം. പലരും പല മാർഗമാണ് യമുനോത്രിയിലേക്ക് പോകുവാൻ തിരഞ്ഞെടുത്തത്. കോവർ കഴുത, കുതിര, ഡോളി, ബിട്ടു, അങ്ങനെ ഏതെങ്കിലും മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. ഓരോന്നിനും അതിൻ്റേതായ ചാർജുകളുണ്ട്. കാൽനടയായിട്ട് വേണമെങ്കിലും നമുക്ക് കയറാം. ബിട്ടു എന്ന് പറഞ്ഞാൽ ഒരാളുടെ പുറകിൽ കൊട്ട കെട്ടിയിട്ട് നമ്മളെ അതിൽ കയറ്റി ഇരുത്തുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേർ മുകളിലേക്ക് കാൽനടയായിട്ട് തന്നെ നടക്കുവാൻ തുടങ്ങി. 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ വേണ്ടിവരും നമുക്ക് മുകളിലെത്തുവാൻ. റെസ്റ്റ് എടുത്ത് സാവധാനം നടക്കുന്നവർക്ക് എന്തായാലും ഒരു 5 മണിക്കൂർ തന്നെ വേണം. ഞങ്ങൾ അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേനും യമുനോത്രിയിൽ എത്തി. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ദർശനം നടത്തി ഏകദേശം 2 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ച് ഇറങ്ങുവാൻ തുടങ്ങി. ആ സമയം ഞങ്ങൾ ഒരു ബിട്ടുവിനെ ആശ്രയിച്ചു. അവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2000-2500 രൂപ വരും താഴേക്ക് നമ്മളെ ഇറക്കുവാൻ. അവർ ഒരു 2.5 മണിക്കൂർ കൊണ്ട് നമ്മളെ താഴെ എത്തിച്ചു. ഹിന്ദുമത വിശ്വാസികൾ പാവനമായി കരുതുന്ന 4 പ്രമുഖ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് യമുനോത്രി. ചാർധാം എന്ന പേരിലാണ് ഈ 4 സ്ഥലങ്ങൾ അറിയപ്പെടുന്നത്. നദീദേവതയായ യമുനോത്രിയുടെ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. അക്ഷയതൃതീയ നാളിൽ ക്ഷേത്ര കവാടങ്ങൾ വിശ്വാസികൾക്കായി തുറന്നു വയ്ക്കും. ഹിന്ദു കലണ്ടറിലെ വൈശാഖ മാസത്തിലാണ് ഈ വിശേഷ ദിവസം. ദീപാവലിയുടെ അടുത്ത 2 നാളുകൾക്ക് ശേഷം നട അടയ്ക്കുകയും ചെയ്യുന്നു. യമുനാ നദി പിറവിയെടുക്കുന്ന സ്ഥലമാണ് യമുനോത്രി. ചാർധാം യാത്രയിൽ നമ്മൾ ആദ്യമായി യാത്ര ചെയ്തത് യമുനോത്രിയിലേക്കാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സമുദ്രനിരപ്പിന് 3293 മീറ്റർ ഉയരത്തിൽ ബന്ദർപൂഞ്ച് പർവ്വതത്തിലാണ് യമുനോത്രി സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും യമുനാ നദി പിറവിയെടുക്കുന്നത് 1 കിലോമീറ്റർ അപ്പുറത്തായി സമുദ്രനിരപ്പിൽ നിന്ന് 4421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചമ്പസാറിൽ നിന്നാണ്. ചമ്പസാറിൽ എത്തിച്ചേരുവാൻ വളരെ പ്രയാസമുള്ളതിനാലാണ് യമുനോത്രിയെ യമുനയുടെ ഉത്ഭവസ്ഥലമായി ആളുകൾ കരുതുന്നത്. മാത്രമല്ല, ചമ്പസാറിൽ ഹിമാനിയായാണ് യമുനോത്രിയുടെ കിടപ്പ്. യമുനോത്രിയിൽ എത്തിച്ചേരുമ്പോഴാണ് ഇതിന് ഒരു നദിയുടെ രൂപം ഉണ്ടാകുന്നത്. സൂര്യകുണ്ട്. യമുനാദേവിയുടെ പിതാവാണ് സൂര്യദേവൻ എന്നും ഈ ചൂടുവെള്ളമുറവ അതേ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. സന്ദർശകരായ ഭക്തർ ഈ വെള്ളത്തിൽ പാകം ചെയ്യുന്നതിനായി അരിയും ഉരുളക്കിഴങ്ങും തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരാറുണ്ട്. യമുനോത്രി ക്ഷേത്രം ഭക്തരായ ഏതൊരു ഹിന്ദുവിൻ്റെയും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. യമുനോത്രി ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദേവിയെ നമ്മൾ മാതാവായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം സന്ദർശിച്ച് യമുനാദേവിയുടെ പാദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ പ്രസാദം ആസ്വദിക്കുവാനുള്ള ഭാഗ്യം നേടിയാൽ യമുനാ നദിയിൽ പുണ്യസ്നാനം ചെയ്താൽ തങ്ങൾക്ക് എല്ലാ മാരകമായ പാപങ്ങളും മോചിപ്പിക്കാൻ കഴിയുമെന്നാണ് എല്ലാ ഹിന്ദു ഭക്തരുടെയും വിശ്വാസം. അടുത്തു കാണുന്ന ചൂടു നീരുറവുകളിലെ വെള്ളത്തിൽ നിന്ന് പ്രസാദം പാകം ചെയ്യുന്നതാണ് ക്ഷേത്രത്തിലെ ആചാരം. പുകയുന്ന ചൂടുവെള്ളം അരി, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ തിളപ്പിക്കുവാൻ എന്നിവയിൽ എളുപ്പത്തിൽ സഹായിക്കും. ഈ ഭക്ഷണം ദേവന് പ്രസാദമായി സമർപ്പിക്കുകയും ഭക്തർക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ദേവഭൂമി അല്ലെങ്കിൽ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഏറ്റവും അധികം ഭക്തർ പോകാൻ ആഗ്രഹിക്കുന്നത് ചാർധാം യാത്രയാണ്. ഈ യാത്ര അടിസ്ഥാനപരമായി യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്ന് 4 പുണ്യസ്ഥലങ്ങളുടെ സമ്പൂർണ്ണ പര്യടനമാണ്. ഈ ദിവ്യസ്ഥലങ്ങളെല്ലാം ഹിമാലയത്തിൽ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്നു. ചാർ എന്നാൽ 4 എന്നും ധാം മതപരമായ സ്ഥലങ്ങളിൽ നിന്നും വിശേഷിക്കപ്പെടുന്നു. യമുനാ നദി യമുനോത്രി, ഗംഗ ഗംഗോത്രി, മന്ദാകിനി നദി
കേദാർനാഥ്, അളകനന്ദ, ബദ്രിനാഥ് എന്നിവയുൾപ്പെടെ 4 അറിയപ്പെടുന്ന നദികളുടെ വിശുദ്ധീകരിക്കപ്പെട്ട സ്രോതസ്സാണ് 4 പഴയ ക്ഷേത്രങ്ങളും അടയാളപ്പെടുത്തുന്നത്. ഈ യാത്രയുടെ പാത നിങ്ങളെ ഉത്തരാഖണ്ഡിലെ പർവ്വതനിരകളിലെ അതിശയകരവും ആകർഷകവുമായ പ്രദേശങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനാൽ ചാർധാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മതപരമായ ഭാഗത്തിന് പുറമെ സഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമായി വർത്തിക്കുന്നു. ഹിന്ദുമതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചാർധാം യാത്രയ്ക്ക് ഒരു പ്രത്യേകമായ മതപരമായ പ്രാധാന്യമുണ്ട്. ഓരോ ഹിന്ദുവിനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ യാത്ര നടത്തുവാൻ ആഗ്രഹമുണ്ട്. ചാർധാം യാത്ര നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെയ്ത എല്ലാ ദുഷ്പ്രവൃത്തികളും കഴുകി മോക്ഷത്തിൻ്റെ കവാടം തുറക്കുന്നു. നിങ്ങൾ ചാർധാം യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമേവ പൂർണ്ണമായ ഒരു മനസ്സമാധാനം ലഭിക്കും. ഈ യാത്രയുടെ ആരംഭം ഹരിദ്വാർ ആണ്. അവിടെ നിന്നാണ് തീർത്ഥാടകർ ഈ 4 ദിവ്യക്ഷേത്രങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ചാർധാം യാത്ര ഘടികാരദിശയിൽ പൂർത്തിയാക്കണം. ആദ്യം നിങ്ങൾ യമുനോത്രി, പിന്നെ ഗംഗോത്രി, തുടർന്ന് കേദാർനാഥ്, തുടർന്ന് ബദരീനാഥ്. അങ്ങനെയാണ് യാത്ര പൂർത്തീകരിക്കേണ്ടത്.